മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. വഖഫ് സംരക്ഷണ വേദിയുടെ അപ്പീലിലാണ് സ്റ്റേ. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഡി ധനസുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. സുമോദ്, അതിപ്രധാനമായൊരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തെല്ലാം വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് മുനമ്പം വിഷയത്തിൽ? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ മുനമ്പം കേസിൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ കമ്മീഷൻ നിയോഗിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ മറുപടി പറയുന്നതിന് പകരം, വിധി പ്രഖ്യാപിക്കുന്നതിന് പകരം ഹൈക്കോടതിയുടെ ഒരു അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു തീരുമാനമാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു കണ്ടെത്തലിന് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത്. കാര്യം, സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ജസ്റ്റിസ് മനോജ് മിശ്ര ചൂണ്ടിക്കാണിച്ചത് ഈ 1950 ഭൂമി കൈമാറ്റ രേഖകളിൽ വഖഫ് സ്വത്ത് എന്ന ഉദ്ദേശമില്ല. ഇതുകൂടാതെ ദൈവത്തിന് വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേത് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്താനുള്ള അധികാരം ഹൈക്കോടതിക്കില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്, ഭൂമി സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ട്രിബ്യൂണലാണ്, വഖഫുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലാണ്. ആ ട്രിബ്യൂണലിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട, ഹർജിയുമായി ബന്ധപ്പെട്ട, അധികാര തർക്കവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനിരിക്കെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, അപ്പീലുമായി എത്തേണ്ടത് സംസ്ഥാന സർക്കാർ അല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ജസ്റ്റിസ് മനോജ് മിശ്ര ചോദിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഇവിടെ സുപ്രീം കോടതിയിൽ തടസ്സവാദ ഹർജി മാത്രമാണ് നൽകിയിരുന്നത്. പക്ഷേ മറ്റൊരു ചോദ്യം വഖഫ് ബോർഡിനായിരുന്നു. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡിന്റെ നിലപാട് എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചു. വഖഫ് സംരക്ഷണ വേദി നൽകിയിരിക്കുന്ന ആ ഹർജിയോട് തങ്ങൾ യോജിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ഇതോടുകൂടി തന്നെയാണ് 6 ആഴ്ചത്തേക്ക് മറുപടി നൽകണം എന്ന് പറഞ്ഞ് എല്ലാ കക്ഷികൾക്കും, സംസ്ഥാന സർക്കാർ, വഖഫ് ബോർഡ് തുടങ്ങിയ എല്ലാ കക്ഷികൾക്കും സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജനുവരി 27 വീണ്ടും കോടതി ഈ ഹർജികൾ പരിഗണിക്കും. ശരി സുമോദ്.